അപ്പോൾ ഇന്ന് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ നമ്മൾ നാരങ്ങ അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇതിലും ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞുതരാം. മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ചതച്ച മാങ്ങയാണ്. ചതച്ച മാങ്ങ ചെറിയൊരു മധുരമുള്ള മാങ്ങയാണ് കേട്ടത്. നല്ല പുളിയില്ലാത്ത ചെറിയൊരു മധുരമുള്ള മാങ്ങ. അത് ഞാൻ രാവിലെ കട്ട് ചെയ്തിട്ട് ഉപ്പും കൂട്ടി മിക്സ് ചെയ്ത് അടച്ച് വെച്ചതായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ വെച്ചോളൂ. അപ്പോൾ അത് അടച്ച് വെച്ചു. പിന്നെ ഞാൻ വൈകുന്നേരമാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പം മാങ്ങയും ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് അത് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് കുറച്ച് കടുക് ഇട്ട് അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് പൊട്ടി തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഒരുപാട് വേവിക്കേണ്ട. അത് വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ അതിന് മുന്നേ തയ്യാറാക്കി വെച്ച അച്ചാർ പൊടി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. അച്ചാർ പൊടി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അച്ചാർ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നമുക്ക് ആവശ്യത്തിന് വേണ്ട വിനാഗിരി ഇട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ല കുറച്ച് മധുരമുള്ള മാങ്ങയാണെങ്കിൽ ശർക്കരയുടെയോ പഞ്ചസാരയുടെയോ ആവശ്യമില്ല കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചൂട് തണഞ്ഞതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കുക. ഒരു 2-3 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി ഒന്ന് പഴകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും.